നേതാക്കളുടെ പേരുണ്ട്, PV-യുടെ മാത്രമല്ല മറ്റു നേതാക്കളുടെ. ഏത് ആരുടെ പേര്? PV-യോ? ഏതാരാ PV? CPM-ന്റെ നേതാക്കളുടെ പേരും. CPM-ന്റെ പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. ED എന്ന് പറയുന്നത് RSS-ന്റെ ഒരു പരിവാർ സംഘടനയായി മാറിയിരിക്കുക ഇന്ത്യയിൽ. ED-യെ ഇറക്കിവിട്ട് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട BJP സർക്കാരിനുണ്ട്. നിങ്ങൾ പഴയ പ്രതാപം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റി. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഈ പ്രസ്ഥാനത്തെ ED-യെ ഉപയോഗിച്ച് അങ്ങ് തകർത്ത് കളയാമെന്ന് BJP ചിന്തിക്കുന്നുണ്ടെങ്കിൽ, RSS ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. തെരുവുകളിൽ പ്രതിഷേധമേലും ബ്യൂറോ അംഗത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയാൻ കഴിയൂ. ED വ്യക്തമാക്കുന്നത് ഇത് T വീണയുടെയും എക്സാലോജി കമ്പനിയുടെയും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണെന്നാണ്. പിണറായി വിജയനിലേക്ക് എത്തിയില്ലല്ലോ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ED എന്ന് പറയുന്നത് RSS-ന്റെ ഒരു പരിവാർ സംഘടനയായി മാറിയിരിക്കുക ഇന്ത്യയിൽ. ED-യെ ഇറക്കിവിട്ട് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട BJP സർക്കാരിനുണ്ട്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. അതിന്റെ ഭാഗമാണ്. നിയമപരമായി വീണ കുറ്റക്കാരിയാണ്. ഒരു കമ്പനിയുമായി അവരുണ്ടാക്കിയ കരാർ, അതിനുള്ള സേവനങ്ങൾ അവർ കൊടുത്തിട്ടില്ലെന്ന ആരോപണം ആ കമ്പനിക്കുണ്ടോ? എന്തിന്റെ പേരിലാണ് വീണയെ ഇങ്ങനെ ഒരു നിർത്തി വിചാരണ ചെയ്യുന്നത്? പേടിയുണ്ടെന്ന് നീ അത് പറയടാ, വെറുതെ ഞഞ്ഞാന്ന് വർത്താനം പറയാതെ. 1,70,00,000 രൂപ സേവനത്തിനുള്ള പ്രതിഫലമായി അല്ലാതെ അവർ കൈപ്പറ്റി എന്നുള്ളതാണ് SFIയുടെ കണ്ടെത്തൽ. സേവനത്തിനാണെന്ന് ആ ഏജൻസിയെ കൺവിൻസ് ചെയ്യിക്കാൻ വീണ T എന്ന സംരംഭകയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാല് വാരരുത്, എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി. ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ട, നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായില്ലേ? 25 കൊല്ലം ഭരിച്ച ത്രിപുര BJP നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം അത്. ഇനി ബംഗാൾ, നിങ്ങൾ എവിടെയുള്ളത്? 1/2 സീറ്റോ 1 സീറ്റുമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അവിടെ നിങ്ങൾ 550ഓളം പാർട്ടി ഓഫീസുകൾ തുറന്നതെന്ന മെയ് മാസം 4-ാം തീയതി BJP അധികാരത്തിൽ വന്നിട്ടാണ്. നിങ്ങൾ 550-ലധികം പാർട്ടി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചു വെച്ചതും നിങ്ങൾക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതുമായ ഓഫീസുകൾ തുറന്നത് മെയ് മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. നിങ്ങൾ ബംഗാളിൽ ഞങ്ങൾക്കൊരു ഭീഷണിയാണോ? നിങ്ങൾ ഇല്ലാണ്ടായി അവിടെ, നിങ്ങളെ ഇല്ലാതാക്കി ആ മമതാ ബാനർജി. അവരെ ഞങ്ങൾ തോൽപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇവിടുത്തെ പ്രധാന മത്സരം നിങ്ങളും UDF-ഉം തമ്മിലല്ല. നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചത് തളിപ്പറമ്പിലും പിന്നെന്താ അമ്പലപ്പുഴയിലും പയ്യന്നൂരും നിങ്ങളെ കോട്ടക്കുത്തളങ്ങളിലൊക്കെ നിങ്ങളെ തോൽപ്പിച്ചത് അവരല്ലേ? ഞങ്ങൾ ഇവിടുത്തെ 3-ാമത്തെ കക്ഷിയല്ലേ? അപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ മത്സരം നടക്കുന്നോടത്ത് നിങ്ങൾ തോറ്റ് അമ്പിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ പ്രതാപം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റി. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? അത് നോക്കാതെ ഇത്ര ദൂരം വന്ന തന്നെയൊക്കെ പോടണമെന്നല്ലത് എന്താ പറയണ്ടേ? ഞങ്ങൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാലോ, ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല. അപ്പൊ അതൊന്നും പറയണ്ട. നിങ്ങളെ തകർക്കാനൊന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. അത് പയ്യന്നൂരിൽ കണ്ടതാണ്, തളിപ്പറമ്പിൽ കണ്ടതാണ്, അമ്പലപ്പുഴയിൽ കണ്ടതാണ്. ആളുകൾ തന്നെ ആ പണി എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്ക് താല്പര്യം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. വീണ വിജയൻ കൃത്യമായ അവരുടെ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്, ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ 1,72,00,000 ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത്. അതിനുള്ള GST അടച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ നികുതി ബാധ്യതകളും തീർത്ത പണമാണ്. ആ പണം എങ്ങനെയാണ് അഭിലാഷയെ കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് തട്ടിപ്പാകുന്നത്? അതെങ്ങനെയാണ് ഫ്രോഡാവുന്നത്? അപ്പോൾ നിങ്ങൾ ഫ്രോഡാണെന്ന് ആരോപിക്കുകയാണ്. ലോകപൊട്ടൻ സാലോജിക്കുമായിട്ടുള്ള എന്ത് സെറ്റിൽമെന്റ് ആയാലും അത് നിയമപരമായി ബാങ്ക് വഴി നടന്നിട്ടുള്ള മണി ട്രാൻസാക്ഷൻ. അതിന് വീണയുടെ കമ്പനി, വീണ എന്ന വ്യക്തി GST അടച്ചിട്ടുണ്ട്, സർവ്വ നികുതി ബാധ്യതകളും തീർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പണം കൈപ്പറ്റിയതിനെ എങ്ങനെയാണ് ഫ്രോഡായി കാണുക എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തിന് മനസ്സിലാകും. ഇതിന് പിറകിലുള്ള രാഷ്ട്രീയ അജണ്ട സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. ചുമ്മാതല്ല ചൊറിയും കുത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ആവർത്തിച്ച് കഴിഞ്ഞ കുറേ കാലമായി പറയുകയാണ്, ഈ പൈസ വാങ്ങിയിരിക്കുന്നത് സർവീസിനുള്ള ചാർജായി, അതായത് കൂലിയായിട്ടാണ്. സേവനത്തിനുള്ള കൂലിയാണ്, ചെയ്ത ജോലിയുടെ കൂലിയാണ്. അതിനൊരു കരാറുണ്ട്, ആ കരാർ പ്രകാരം ഉള്ള കൂലിയാണ്. 1. 2, അതിന് ഞങ്ങൾ ടാക്സ് കെട്ടിയിട്ടുണ്ട്.
ഞങ്ങളെ വരുമാനമാണല്ലോ, അതിൽ ടാക്സ് കെട്ടിയിട്ടുണ്ട്, GST കെട്ടിയിട്ടുണ്ട് എന്ന്. ഈ വാദമൊക്കെ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ എടുത്തിരുന്നില്ലേ? 3 ഹൈക്കോടതിയിൽ പോയി, എന്നിട്ട് തടസ്സവാദം ഉന്നയിച്ചു. ഈ വാദം കേരള ഹൈക്കോടതിയിൽ എടുത്തില്ല. ഇവിടെ കുഞ്ഞിക്കണ്ണൻ വാദിക്കുന്ന ഈ 2 വാദങ്ങൾ ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സേവനത്തിന്റെ കൂലിയാണ് എന്ന വാദവും, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലല്ല എന്ന വാദവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ലേ? എന്നിട്ടല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായപ്പോ അത് അങ്ങനെയാണ്. ഇത് ഈ വാദമൊക്കെ കോടതി കേട്ടതല്ലേ, കേട്ട് തള്ളിക്കളഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ ഇഡിക്ക് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തത്, അതല്ലേ? പിന്നെ ബംഗാളത്തെ കാര്യം പറഞ്ഞു. 35 കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം ബംഗാളിലെ ജനതയ്ക്ക് കൊടുത്തത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തത്? രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തത് നിങ്ങൾ കൊടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണ്. അടിച്ചോ. വീണ ടൈക്കണ്ടീലിന്റെ പണമിടപാട് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട പണമിടപാട് മാത്രമാണോ റഡാറിലുള്ളത്? അവിടെ അങ്ങനെയാണെങ്കിൽ പരമാവധി 2,70,00,000 രൂപ, 100 കോടി 130 കോടിക്ക് അപ്പുറത്തുള്ള പണത്തിന്റെ കൃത്യമായ കണക്കുകൾ എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ ട്രാൻസാക്ഷൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ 2,80,00,000 കാര്യം മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇഡി ഇറങ്ങിയിട്ടുള്ളത്? മണി ലോണ്ടറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുവോ? നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഭയങ്കരമായിട്ട് എന്താണ് ഇതങ്ങ് ഫ്രോഡാണ് എന്നങ്ങ് തീരുമാനിച്ചിരിക്കുക. പത്മനാഭ വക്കീൽ ഒരു വക്കീലാണല്ലോ, അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കരാർ വ്യാജമാണ്. അങ്ങനെ ഒരു അഭിപ്രായം EDയോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വെച്ചിട്ടുണ്ടോ? CMRLും വീണയുടെ കമ്പനിയും തമ്മിലുള്ള കരാർ വ്യാജമാണോ? അവർ പണം അനധികൃതമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അനധികൃതമായ മാർഗത്തിലൂടെ, നിയമാനുസൃതമായ മാർഗത്തിലൂടെയല്ലേ അവർക്ക് പണം കിട്ടിയത്? ബാങ്ക് വഴിയല്ലേ അവർക്ക് പണം കിട്ടിയത്? അല്ല ശ്രീ, ഈ കമ്പനി താങ്കൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന് എവിടെയെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ചെയ്ത ജോലിക്കുള്ള പണം ആയിരുന്നില്ല, അത് പേഴ്സണോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ പണം കിട്ടിയത് എന്ന് പറഞ്ഞത് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റിലാണ്. അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അല്ല, ഏത് സെറ്റിൽമെന്റിൽ പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ കരാറുണ്ട്. എന്നാൽ ഒരു കരാറുമില്ലാതെ കേരളത്തിലെ സമുന്നതരായ നേതാക്കളുടെ ചുരുക്കപ്പേര് ഈ കർത്തയുടെ ഡയറിയിലുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലേ? രമേശ് ചെന്നിത്തല ഇല്ലേ? ആ പേരുകളിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, CPM-ന്റെയും സമുന്നതരായ നേതാക്കളുണ്ട്. നേതാക്കളുടെ പേരുണ്ട്, PVയുടെ മാത്രമല്ല മറ്റു നേതാക്കളുടെയും. ഏത് ആരുടെ പേര്? PVയോ? ഏതാരാ PV? CPM-ന്റെ നേതാക്കളുടെ പേരും പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. അഭിലാഷ് ഇത്തരം ഒരു ചർച്ചയില് അനാവശ്യമായ നെറേഷനുകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. നമുക്ക് PV എന്നല്ല, പിണറായി വിജയൻ എന്ന് തന്നെ മുഴുവനായിട്ടുണ്ടെന്നേ. ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു ഈ കരാർ വ്യാജമാണോന്ന്. ഈ കരാർ വ്യാജമാവും. എന്തുകൊണ്ടറിയോ? സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 23 അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട്, നിയമവിരുദ്ധമായ പ്രതിഫലമോ ലക്ഷ്യമോ, ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ച സംഗതി ചെയ്യാൻ ആവുമ്പോൾ, ഡിഫീറ്റ്സ് പ്രൊവിഷൻസ് ഓഫ് ലോ, നിയമത്തിന്റെ വകുപ്പുകളെ പരാജയപ്പെടുത്താൻ, അതല്ലേ കരാറ്? അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കി പൈസ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം, അതിന് കൃത്യമായ പ്രവർത്തികൾ വേണം, പ്രവർത്തിക്ക് പ്രതിഫലം വേണം. എന്നാ പിന്നെ ഞാനങ്ങട്